ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എളുപ്പത്തിലൊരു കറിയാണ് തുളിച്ച മുളകുശ്യം. അതായത് നാടൻ വഴുതിനിങ്ങ ഉണ്ട്, അതായത് നീളം വഴുതിനിങ്ങ ഇല്ലേ പച്ച കളറുള്ളത്, അതുകൊണ്ട് ഒരു തുളിച്ച മുളകുശ്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ്. നമുക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വളരെ മടി പിടിച്ചിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറും പുളിങ്കറി അങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടി മടുത്തിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഒരു നാടൻ കറിയൊക്കെ പെട്ടെന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റാവുന്ന ഒരു കറിയാണിത്. അവിടെ നമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. 2 ചെറിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ പരിപ്പ് വേവിച്ച വെള്ളമാണ്, ഇതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള വെള്ളം കുറച്ച് ചേർത്തിട്ട് ഒരൊറ്റ വിസിൽ വരുന്നത് ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും മേലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളുടെ തുളിച്ച മുളകുശ്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ കണ്ണിമാങ്ങ അച്ചാറോ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക്